നമസ്കാരം. ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആചാര്യസഭയ്ക്കും സ്വാഗതം. മൂന്നാം ഘട്ട മത്സരങ്ങളാണ് ഈ വേദിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ആരംഭിക്കാം. ആദ്യം വജ്രവ്യൂഹം. വജ്രവ്യൂഹത്തിൽ ഈ വേദിയിൽ ഇന്ന് ആരാ വരുന്നേ നമുക്ക് ചോദിച്ചു നോക്കാം. ഹെബാർജി. ശബരിഗിരി സീനിയർ സെക്കൻഡറി സ്കൂൾ പുനലൂരിൽ നിന്നും കാശിനാഥും ചിന്മയും. നമുക്ക് സ്വാഗതം ചെയ്യാം കാശിനാഥ് ആൻഡ് ചിന്മയ. കാശിനാഥ്, ചിന്മയ, എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടുന്ന് പോയതിനു ശേഷം റെസ്പോൺസ്? എന്റെ വീടിന് തൊട്ടടുത്തുള്ളവരെല്ലാം കണ്ടായിരുന്നു. കൊള്ളാന്ന് പറഞ്ഞു. ആരെങ്കിലും വെപ്രാള കുഞ്ഞൊന്ന് വിളിച്ചാ? അങ്ങനൊന്നും വിളിച്ചില്ല, പക്ഷെ സ്പീഡ് വേണം, പക്ഷെ ഇച്ചിരി കുറയ്ക്കണം എന്ന് പറഞ്ഞല്ലേ? ഭയങ്കര സ്പീഡായി പോയി, സൂപ്പർ ഫാസ്റ്റ് ആയി പോയി. ഇവിടെ വന്ദേ ഭാരതൊക്കെ അടുത്ത് വന്നേ ഉള്ളൂ. അതിനേക്കാളും മുമ്പ് വന്ദേ ഭാരതിൽ പോയ ആളാ ഉമ്മനെ പറഞ്ഞിട്ടല്ലൊരു ക്വസ്റ്റ്യൻ കേൾക്കുമ്പോഴത്തേനല്ലേ. എന്നിട്ട് ഇപ്രാവശ്യം ഞാൻ എന്നിട്ട് നീയാണ് വരണേന്ന് പറഞ്ഞപ്പോ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് ബസർ ഇന്ന് ഇപ്രാവശ്യം ബസർ ഇല്ലല്ലോ, മറ്റേ ടൈമർ ഓൺ ആവുന്നതിന് മുമ്പ് ആൻസർ പറഞ്ഞ ഞാൻ മൈനസ് പോയിന്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മളുടെ ഇനി പരിപാടികളിലേക്ക് കടക്കാം. അവിടെ ഒരു പകിട വെയിറ്റ് ചെയ്യുന്നുണ്ട്. പകിട റൗണ്ടാണിത്. നമുക്ക് പകിട ഇട്ടാലോ? ഓക്കെ, വരും. അപ്പൊ ആരാണ് പകിട ഇടുന്നേ? റെഡിയാണ്? നല്ല ഉറക്ക എനർജിയില് റെഡിയാ? ഓ എന്റെ പൊന്നോ, അപ്പൊ റെഡി. എന്താ പറയണ്ടേന്ന് അറിയാലോ? അറിയാം. പകിട 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 12. എന്റെ അമ്മോ, 6 കിട്ടിയിരിക്കുന്നത്. നല്ല വെറൈറ്റി പകിടകളൊക്കെ വരുന്നുണ്ടാ. ഒരു ദിവസം കബഡി ആയിരുന്നു, കബഡി പറയണ പോലെ പകിട പകിട പകിട. അത് എന്തായാലും വെറൈറ്റി ആയിട്ടുണ്ട്. വാ, 6 കിട്ടിയത്, പകുതിയേ കിട്ടിയുള്ളൂ. ഇനി 6 എന്ന നമ്പറിന് പിന്നില് എന്താണ് ഒളിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. നളോപാഖ്യാനം. ഇതില് ഇത് കിട്ടണം എന്നായിരുന്നു ആഗ്രഹം, അതോ? ഇത് തന്നെയായിരുന്നു. ആണോ? ആണ്. ആണോ? ശ്ശേ, എന്റെ പ്ലാനൊക്കെ പൊളിഞ്ഞു പോയി. നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഇട്ടാലോ? രസല്ലേ? അങ്ങനെ പറയരുത്. കുഴപ്പമില്ല, ഇത് മതി. ശരി, എന്നാ പിന്നെ നമുക്ക് നമ്മുടെ ക്വിസ് മാസ്റ്ററെ വിളിക്കാം. ചേച്ചി. ചേച്ചി, കയ്യടി തീരെ കുറവായിരുന്നു. ടഫായിട്ടുള്ള ചോദിക്കില്ലെന്ന് വിചാരിക്കാം. ചേച്ചിനെ നോക്കിയൊന്ന് സോപ്പിട്ടൊക്കെ നിന്നാ മതി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് കേട്ടോ. പുനലൂർ അല്ലേ? തമിഴ്നാടിനോട് ചേർന്നിട്ടുള്ള ഒരു ബോർഡർ അല്ലേ? ഞാൻ ഒരേ ഒരു പ്രാവശ്യം അവിടെ വന്നിട്ടുണ്ട്. നല്ല ഒരു ഇതാണ്. ഏതായാലും നമുക്ക് ചോദ്യോത്തരത്തിലേക്ക് പോവാം. നിങ്ങൾ ആഗ്രഹിച്ച സബ്ജക്റ്റ് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് ആൻസർ പറയുമെന്നുള്ള വിശ്വാസത്തോടു കൂടി നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം, പാണ്ഡവർക്ക് നളചരിതം പറഞ്ഞു കൊടുക്കുന്നത് ആരാണ്? എ മാർക്കണ്ഡേയ മഹർഷി, ബി ബൃഹദശ്വ മഹർഷി, സി വേദവ്യാസൻ, ഡി പരാശര മഹർഷി. യുവർ ടൈമർ സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ ബി ബൃഹദശ്വര മഹർഷി. ഉറപ്പാണ്? ഉറപ്പാണ്, സംശയമില്ല. ലോക്ക് ചെയ്യട്ടെ? ബൃഹദശ്വ മഹർഷി. വേദവ്യാസനല്ലേ? അല്ല. അല്ല. പരാശരനും അല്ല. അല്ല. ഇവരൊന്നും അല്ല. അല്ല. ബൃഹദശ്വ മഹർഷി തന്നെയാണ്. ഏതായാലും ലോക്ക് ചെയ്ത് കഴിഞ്ഞു. മാർക്കണ്ഡേയ മഹർഷി എവിടെ? ആരാന്നറിയോ? വരത്തില്ല, അങ്ങനെ വരത്തില്ല. ചോദ്യത്തിന്റെ ഉത്തരം ബൃഹദശ്വ മഹർഷി എന്നാണ് എഴുതി പറഞ്ഞത്. ലോക്ക് ചെയ്തിരിക്കുന്നു. ശരിയാണോ തെറ്റാണോ? ബൃഹദശ്വ മഹർഷി കറക്റ്റായ ഉത്തരം. ആദ്യത്തെ ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഉത്തരം പറഞ്ഞിരിക്കുന്നു. ഏതായാലും ബസർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം, നളന്റെ പിതാവ് ആരാണ്? എ ശൂരസേനൻ, ബി ഉഗ്രസേനൻ, സി വീരസേനൻ, ഡി വസുസേനൻ. യുവർ ടൈമർ സ്റ്റാർട്ട്സ് നൗ. സി വീരസേനൻ. സി വീരസേനൻ. സംശയമില്ല? ലോക്ക് ചെയ്യട്ടെ? സി വീരസേനൻ. ഉഗ്രസേനൻ ആരാന്നറിയോ? ഉഗ്രസേനൻ കൃഷ്ണന്റെ മുത്തച്ഛനാ. കൃഷ്ണൻ തന്നെയാണ്. കൃഷ്ണന്റെ
അച്ഛനോ? അല്ല അച്ഛനല്ല, മുത്തച്ഛൻ. കൃഷ്ണന്റെ മുത്തച്ഛൻ. ശൂരസേനൻ അല്ല, ഉറപ്പാണോ? ഉറപ്പാ. സംശയമാണോ? ഇല്ല ഒട്ടുമില്ല. പിന്നെ ഇത് വളരെയധികം പേര് അറിയപ്പെടുന്ന പേരാണ് വസുസേനൻ. സുഷയാണോ? അറിയത്തില്ല. ഏതായാലും ഉത്തരം ശരിയാണോ തെറ്റാണോ നോക്കാം. സി വീരസേനൻ. ഞാൻ പറഞ്ഞതല്ലേ ശരിയാണെന്ന് ശരിയാണെന്ന്. ശരിയാണെന്ന് ശരിയാണെന്ന്. അതെ, സി വീരസേനൻ ശരിയായ ഉത്തരം. രണ്ടാമത്തെ ചോദ്യം കൃത്യമായി പറഞ്ഞിരിക്കുന്നു. 20 മാർക്ക് കിട്ടിയിട്ടുണ്ട്. IAF, ഇന്ത്യൻ എയർഫോഴ്സ് അല്ലേ? അതിലാവണം എന്നാണ് ആഗ്രഹം. അപ്പോൾ ഈ IAF പഠിക്കണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെയാ വേണ്ടതെന്നുള്ളത് അറിഞ്ഞു വെച്ചിട്ടുണ്ടോ? ഏകദേശം ചിലതൊക്കെ. എന്നുവെച്ചാൽ 10ാം ക്ലാസ് കഴിഞ്ഞാൽ 10ാം ക്ലാസ് കഴിഞ്ഞാൽ +1 +2 സയൻസ് എടുക്കും. അതിൽ ഏകദേശം ഒരു 60% സയൻസിലും മാത്സിലും മാർക്ക് ഉണ്ടെങ്കിൽ എക്സാം എഴുതാം. പിന്നെ 162 പോയിന്റ്. ഏത് എക്സാം എഴുതാ? എക്സാം എഴുതാന്ന് പറഞ്ഞു. AFCAT അതാണ് എഴുതേണ്ടത്. അതിൽ എഴുതി സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ ട്രെയിനിങ്ങും പിന്നെ അങ്ങനെ പോവാം. അപ്പൊ ഈ +2 കൂടി നിങ്ങളുടെ എഡ്യൂക്കേഷൻ കഴിയുമോ? +2 എഡ്യൂക്കേഷൻ കഴിയത്തില്ലല്ലോ. എഡ്യൂക്കേഷൻ എപ്പോഴും കാണുമല്ലോ. ബാക്കിയുള്ള പഠനം എങ്ങനെ? ചോദ്യം മനസ്സിലായില്ല. നിങ്ങൾക്ക് അത് കഴിഞ്ഞാലും പഠിക്കാം. നിങ്ങൾക്ക് അത് കഴിഞ്ഞാലും വേണമെങ്കിൽ ഏത് ഡിഗ്രി വേണമെങ്കിലും ഏത് സബ്ജക്റ്റിലേക്ക് വേണമെങ്കിലും ഏത് മേഖലയിലേക്ക് വേണമെങ്കിലും പോവാം. ഓഫീസർ ആയിക്കൊണ്ട് തന്നെ പറ്റും. അതിനനുസരിച്ച് നിങ്ങൾക്ക് ഗ്രേഡ് കൂടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എയർഫോഴ്സിൽ എന്താവണം എന്നാണ്? എയർഫോഴ്സിൽ ഓഫീസർ പോസ്റ്റ്. പൈലറ്റ് ആവണമെന്നല്ല. അല്ലല്ലോ, ഓഫീസർ പോസ്റ്റ് ആണ്. ഏതായാലും അത് നന്നായി. ഏതായാലും മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. മൂന്നാമത്തെ ചോദ്യം. ആരുടെ അനുഗ്രഹം കൊണ്ടാണ് ഭീമരാജാവിന് പുത്രന്മാരുണ്ടാകുന്നത്? എ വ്യാസമഹർഷി, ബി മാർക്കണ്ഡേയ മഹർഷി, സി ദമന മഹർഷി, ഡി ദുർവാസാവു മഹർഷി. യുവർ ടൈമർ സ്റ്റാർട്ട്സ് നൗ. സി ദമന മഹർഷി. സി ദമന മഹർഷി. ദമന. ഉറപ്പാണ്? ലോക്ക് ചെയ്യട്ടെ? സി ദമന മഹർഷി ലോക്ക് ചെയ്തു. വ്യാസനോ മാർക്കണ്ഡേയനോ അല്ല, വീണ്ടും മാർക്കണ്ഡേയൻ കയറി വന്നിട്ടുണ്ട്. ഏതായാലും ഉത്തരം ശരിയാണോ തെറ്റാണോ നോക്ക. ദമന മഹർഷി. ശരിയോ തെറ്റോ? ശരിയായ ഉത്തരം. നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. നാലാമത്തെ ചോദ്യം. ഭൈമി കാമുകന്മാരായി വിദർഭയിലേക്ക് പോയ കലിയുടെ സഖാവായി കൂടെ ഉണ്ടായിരുന്നത് ആരാണ്? എ പുഷ്കരൻ, ബി ദ്വാപരൻ, സി ദിലീപൻ, ഡി ദുർവാസാവ്. യുവർ ടൈമർ സ്റ്റാർട്ട്സ് നൗ. ബി ദ്വാപരൻ. ബി ദ്വാപരൻ. പുഷ്കരൻ അല്ല. അല്ല. ലോക്ക് ചെയ്യട്ടെ? ബി ദ്വാപരൻ ലോക്ക് ചെയ്തിരിക്കണു. എനിക്കെന്താ പുഷ്കരൻ എന്നാണോ? അല്ലല്ല, പുഷ്കരൻ നളന്റെ സഹോദരനാണ്. അപ്പൊ ദിലീപനോ? ദിലീപൻ എന്തായാലും ദ്വാപരനാണ്. ഏതായാലും ബി ദ്വാപരനാണ് നിങ്ങൾ ലോക്ക് ചെയ്തിരിക്കുന്നത്. ശരിയോ തെറ്റോ നോക്കാം. ബി ദ്വാപരൻ ശരിയോ തെറ്റോ? ശരിയായ ഉത്തരമാണ്. ഇപ്പൊ എത്ര മാർക്കായി? എത്ര ചോദ്യം? 40. 4 എണ്ണായി. 40 മാർക്ക് കിട്ടിയിരിക്കുന്നു. അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. അഞ്ചാമത്തെ ചോദ്യം. നളദമയന്തി പുത്രന്മാരെ ആരുടെ കൂടെയാണ് ദമയന്തി കുണ്ടിനത്തിലേക്ക് അയക്കുന്നത്? എ ഋതുപർണൻ, ബി പുഷ്കരൻ, സി ഭീമൻ, ഡി വാർഷണേയൻ. യുവർ ടൈമർ സ്റ്റാർട്ട്സ് നൗ. ഡി വാർഷണേയൻ. ഡി വാർഷണേയൻ. സംശയമില്ല? ഇല്ല, സംശയമില്ല. ഏട്ടനും ബ്രദറിന്റെ കൂടെ ആയിരിക്കില്ലേ? ഏതായാലും ഡി ലോക്ക് ചെയ്യട്ടെ? ഡി വാർഷണേയൻ. ഏതായാലും നിങ്ങൾ പറഞ്ഞത് ഞാൻ ലോക്ക് ചെയ്തു. അപ്പൊ ബ്രദറിന്റെ കൂടെ അല്ലേ അയക്കുക? പുഷ്കരന്റെ കൂടെ അല്ലേ അയക്കാൻ വഴിയുള്ളൂ? അല്ല, പുഷ്കരന് നളന്റെ കൂടെ ചൂത് കളിച്ച് കലിയുടെ ഒരു ആവേശത്തില് നളൻ തോറ്റുപോയതാ. പുഷ്കരൻ നളന്റെ അനിയനാണ്. ബ്രദറിന്റെ കൂടെ അല്ല അയച്ചത്. അപ്പൊ ഋതുപർണനോ? ഋതുപർണൻ എന്ന് പറയുന്ന അയോധ്യ രാജാവ്, അയോധ്യപുരിയിലെ രാജാവാണ്. വാർഷണേയൻ സാരഥി. നളന്റെ സാരഥി. സാരഥിയുടെ കൂടെ അയക്കണേ. അത്ര വിശ്വാസ സാരഥീനെ.
ഏതായാലും ഉത്തരം ശരിയാണോ തെറ്റാണോ നോക്കാം. ഡി വാഷനേയൻ ശരിയോ തെറ്റോ? ഞാൻ പറഞ്ഞതാണ്. അത് ശരിയാണ്. ശരിയാണ്. എന്താന്ന്? അല്ല, ശരിയാണ്. പുഷ്കരൻ എന്നല്ലേ പറഞ്ഞ ഞാന്? അല്ല അല്ല, അല്ല ഞാൻ പുഷ്കരൻ എന്നാ പറഞ്ഞത്. അല്ല. ഞങ്ങള് പറഞ്ഞ വാസനയൻ. വാസനയൻ. ഞങ്ങള് നിങ്ങൾ പറഞ്ഞത് വാഷന. അപ്പൊ ആര് പറഞ്ഞതാ ശരി? ഞങ്ങള് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞായിരിക്കും. ഏതായാലും ചോദിച്ചല്ലോ, പറയട്ടെ. വാഷനേയൻ ശരിയോ തെറ്റോ? ശരിയായ ഉത്തരം ഡി വാഷനേയൻ ശരിയായ ഉത്തരമാണ്. 5ാമത്തെ കഴിഞ്ഞു, 50 മാർക്കും കിട്ടി. ഇനി എത്ര ചോദ്യം? 6ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 6ാമത്തെ ചോദ്യം. വനത്തിൽ വെച്ച് നളനെ ദംശിച്ച് സർപ്പരാജാവ് ആര്? എ വാസുകി, ബി തക്ഷകൻ, സി കാർക്കോടകൻ, ഡി നീലൻ. യുവർ ടൈമർ സ്റ്റാർട്ട്സ് നൗ. സി കാർക്കോടകൻ. സംശയമില്ല. ഇല്ല. തക്ഷകനല്ല. അല്ല. അല്ല. ലോക്ക് ചെയ്യട്ടെ. ആ. സി കാർക്കോടകൻ. ഇതില് വാസുകി അല്ല. അല്ലേ? വാസുകി എന്ന് പറയുന്നത് ശിവന്റെ ശിവന്റെ കഴുത്തിൽ കഴുത്തിൽ കിടക്കുന്ന കഴുത്തിൽ കിടക്കുന്നതാണ് വാസുകി. ആ. വാസുകി ആരും കൊത്തിയിട്ടില്ല. ഇല്ല, വാസുകയല്ല നളനെ ദംശിച്ചത്. വാസുകിയല്ല. തക്ഷകനാണ് സാധാരണ എല്ലാവരും കൊത്തണ ആള്. പക്ഷെ ഈ അവസരത്തിൽ ഈ അവസരത്തിൽ കാർക്കോടകൻ നളന്റെ നല്ലതിന് വേണ്ടി ചെയ്തതാ. അതെന്താ അവസരം അത്? കാർക്കോടകനെ രക്ഷിച്ചപ്പം നന്ദി കാണിക്കാൻ വേണ്ടി, നളന്റെ നല്ലതിന് വേണ്ടിയാണ് സത്യത്തിൽ കാർക്കോടകൻ നളനെ ദംശിച്ചത്. കലി ഇറങ്ങി പോകാനായിട്ട്. കലി വിഷം വന്ന് കാർക്കോടകനെ എപ്പോഴാ നളൻ രക്ഷിച്ചത്? കാട്ടിൽ വെച്ച് കാട്ടുതീ വന്ന്. അപ്പം കാർക്കോടകൻ അവിടെ നാരദന്റെ ശാപം കാണാൻ അനങ്ങാതെ ഇരിക്കുവായിരുന്നു. അപ്പൊ ശാപമോക്ഷത്തിന് യാചിച്ചപ്പോൾ പറഞ്ഞു, നളൻ നിന്നെ എടുക്കുമ്പോൾ നിനക്ക് ശാപമോക്ഷം കിട്ടും. അപ്പം അപ്പോഴാണ് പോയി കഴിഞ്ഞപ്പോൾ ഒരു കാട്ടുതീ വന്ന്. അപ്പം ഈ അഗ്നിയുടെ കയ്യിൽ നിന്ന് നളനൊരു വരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അഗ്നി കൊണ്ട് ഒരിക്കലും മരണം സംഭവിക്കില്ലെന്നും പറഞ്ഞുകൊണ്ട്. സോ നളന് അഗ്നിയിൽ പ്രവേശിക്കാൻ പറ്റി. അങ്ങനെ കാർക്കോടൻ ചെറുതായിട്ട് രൂപം വന്ന് കാർക്കോടനെ എടുത്തോണ്ട് നളൻ തീയുടെ പുറത്ത് വന്നു. അപ്പൊ കലിയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി കാർക്കോടകൻ നളനെ ദംശിച്ചു എന്നാണ് കഥ, അല്ലേ? ആ കഥ ശരിയാണോ തെറ്റാണോ? നമുക്ക് ഉത്തരം ശരിയാണോ തെറ്റാണോ നോക്കാം. സി കാർക്കോടകൻ. കഥയൊക്കെ ശരിയായി, പക്ഷെ ഉത്തരം മാത്രം തെറ്റി. അല്ല. ബി തക്ഷകൻ. അല്ല. ആ, തെറ്റി. അതാ തക്ഷകൻ തെറ്റി. തക്ഷകനാണ് തെറ്റ്. തെറ്റി. അതന്നെ തക്ഷകൻ തെറ്റി, കാർക്കോടകൻ നമ്മൾ ശരി. രണ്ടുപേരും ഒന്നെ പറഞ്ഞേ. എനിക്ക് തെറ്റി തന്നെയാ പറഞ്ഞേ. സി കാർക്കോടകൻ ശരിയായ ഉത്തരം. 6ാമത്തെ ചോദ്യത്തിനും കറക്റ്റ് ആയിട്ട് പറഞ്ഞു. 60 മാർക്ക്. ഇനി അവസാനത്തെ ചോദ്യമാണ്. കൃത്യമായിട്ട് പറയും. നിങ്ങൾ പഠിച്ച് ഇതാക്കി വന്നിരിക്കാൻ മാത്രമല്ല, നിങ്ങൾക്ക് ആഗ്രഹിച്ച സബ്ജക്റ്റ് തന്നെയാണ്. ഏതായാലും ചോദിച്ചേക്കല്ലേ, കറക്റ്റായി പറയുന്ന ഉറപ്പ്. 7ാമത്തെ ചോദ്യം. ബാഹുകന് ഋതുപർണ മഹാരാജാവ് ഉപദേശിച്ചത് എന്താണ്? അക്ഷഹൃദയം, ബി അശ്വഹൃദയം, സി ആദിത്യഹൃദയം, ഡി മൃത്യുഞ്ജയ മന്ത്രം. യുവർ ടൈമർ സ്റ്റാർട്ട്സ് നൗ. എ അക്ഷഹൃദയം. അക്ഷയഹൃദയം. എ അക്ഷയഹൃദയമാണ്. ആണ്. ലോക്ക് ചെയ്യട്ടെ. ആ. എ അക്ഷയഹൃദയം. ചോദിക്കണോ ശരിയാണോ തെറ്റാണെന്ന്? ചോദിച്ചോ. കാരണം ഇതും എനിക്കെന്തോ സംശയമുണ്ട്. മൃത്യുഞ്ജയ ഹോമം ആവണോ? ഞങ്ങൾക്ക് സംശയമില്ല. നിങ്ങൾക്ക് സംശയമില്ല. അപ്പൊ പിന്നെ സംശയം ആർക്കാണ് ചോദിച്ചു നോക്കാം. കമ്പ്യൂട്ടറിനാണോ, എനിക്കാണോ, നിങ്ങൾക്കാണോ? എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ട്. ഞങ്ങളുടെ കൺഫ്യൂഷൻ തീർക്കാനായിട്ട് കൃത്യമായിട്ടുള്ള ആൻസർ ശരിയാണോ തെറ്റാണോ? അക്ഷയഹൃദയം ശരിയായ ഉത്തരമാണ്. എ അക്ഷയഹൃദയം. 70-ൽ 70 മാർക്കും കിട്ടിയിരിക്കുന്നു. നമുക്ക് പിടിച്ച് ഒരു കാര്യം നിങ്ങൾ ഇതിൽ നിന്നും മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റാണ് നിങ്ങൾക്ക് കിട്ടിയത്. അത് നിങ്ങൾ നന്നായി പഠിച്ചിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് യാതൊരു സംശയം കൂടാതെ ഉത്തരങ്ങൾ പറയാൻ കഴിഞ്ഞു. ഇത് തന്നെയാണ് ജീവിതത്തിലും പകർത്തേണ്ടത്. ഓക്കെ, നമുക്ക് വരദ ചേച്ചിയെ വിളിക്കാം. വരദേ. അങ്ങനെ നമ്മുടെ കുട്ടികൾ മിടുക്കന്മാരാണെന്ന് പിന്നെയും തെളിയിച്ചു.
പറക്കാൻ പറ്റിയില്ല അധികം. മറക്കാൻ പറ്റിയില്ല. ഞാൻ കണ്ടു ചേച്ചീനെ മറക്കുമോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു ഇവരുടെ. തെറ്റാണ് എന്ന് പറഞ്ഞപ്പോ അല്ല ശരിയാ, ഇതിപ്പോ തെറ്റാണെങ്കിൽ പോലും ശരി ഉത്തരം എന്ന് പറഞ്ഞില്ലേ ചേച്ചിനെ ഈ സീറ്റിൽ നിന്ന് എണീപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അതുപോലെയായിപ്പോയി. ഭീഷണിയൊക്കെയാണ് ഇവിടെ അല്ലേ. എന്തായാലും താങ്ക് യു സോ മച്ച് ചേച്ചി. വരും. അപ്പൊ രണ്ടുപേർക്കും ഫുൾ മാർക്കും കിട്ടി. ഫുൾ മാർക്ക് പിടിച്ച് വാങ്ങിച്ചല്ലേ. തെറ്റായിരുന്നെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും ഒരു ഉത്തരം തെറ്റായിരുന്നെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി വാശി പിടിച്ചേനോ ഇതുപോലെ? ഏയ് തെറ്റല്ല ശരിയാണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ തെറ്റത്തില്ല അത് നിങ്ങൾക്ക്. 100% ഉറപ്പുണ്ടെങ്കിൽ പറഞ്ഞുതരാം. അങ്ങനെ ഇങ്ങനെയൊന്നും ഞങ്ങൾക്ക് തെറ്റത്തില്ല അല്ലേ. പക്ഷെ എന്താ പറയാ, ഇത്രയും കോൺഫിഡൻസ് വേറെ എവിടെ കാണാൻ പറ്റും. ഏതായാലും നിങ്ങളുടെ ഒരു പെർഫോമൻസ് എങ്ങനെയുണ്ടായിരുന്നു നമുക്ക് ആചാര്യസഭയുടെ അടുത്ത് ചോദിക്കാം. സ്വാമിജി. ഇവിടെ കാശിനാഥും ചിന്മയും രണ്ടുപേരും നല്ല ആത്മവിശ്വാസത്തിലാണ് അവിടെ ഇരുന്നിരുന്നത്. ഇവിടെ ഈ കഥയിൽ ദമയന്തിയുടെ ഒരു സവിശേഷ സ്വഭാവം നളനേക്കാളും ഉയർന്നു നിൽക്കുന്നു ദമയന്തി എന്നുള്ളതാണ്. നളൻ എന്ന കഥാപാത്രത്തെക്കാളും ദമയന്തിക്കാണ് കൂടുതൽ മേന്മ നമ്മൾ ആ കഥയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം, സീതയെ നഷ്ടപ്പെട്ട ശ്രീരാമചന്ദ്രൻ സീതയെ വീണ്ടെടുക്കുന്നതാണ് രാവണനെ വധിച്ചിട്ട്. ഇവിടെ ഭർത്താവ് നഷ്ടപ്പെട്ടു പോയ, രാജാവ് നഷ്ടപ്പെട്ടു പോയ ദമയന്തിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ദമയന്തിയുടെ കഴിവാണ് ഇവിടെ നളനെ തിരിച്ചു കൊണ്ടുവരുന്നത്. അതുപോലെ നളനെ കണ്ടുപിടിക്കാൻ ഉപയോഗിച്ച പ്രായോഗിക ബുദ്ധി, പ്രായോഗിക പരിചയം, ബുദ്ധിശക്തി, സാഹചര്യങ്ങളെ നേരിടുവാനുള്ള കഴിവ്, പാതിവൃത്യം, സദാചാര മൂല്യങ്ങൾ, ഇതെല്ലാം ഒത്തിണങ്ങിയ ഒരു പതിവ്രതാ രത്നമായിരുന്നു ദമയന്തി. ഇതുപോലെയുള്ള സ്ത്രീകളാണ് ഈ നാടിൻ്റെ നട്ടെല്ലെന്ന് വേണമെങ്കിൽ പറയാം. കാലാകാലങ്ങളായിട്ട് ദമയന്തി, സാവിത്രി, സീത ഇങ്ങനെ തുടങ്ങിയ കഥാപാത്രങ്ങളെ അവരെ പിന്തുടർന്ന് വന്ന ഒരു പാതയുണ്ട് ഇവിടെ. അതാണ് ഈ നാടിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത്. അത് നിങ്ങൾ നന്നായി പഠിച്ചു. നിങ്ങൾക്കെല്ലാ അഭിനന്ദനങ്ങളും നേരുന്നു. നന്ദി. നന്ദി സ്വാമിജി. വിശ്വനാഥൻ സർ. സ്വാമിജി പറഞ്ഞ പോലെ തന്നെ നന്നായി പഠിച്ചവർക്കും ഇല്ല വിശ്വാസം ആത്മനി. നന്നായി പഠിച്ചാലും ആത്മവിശ്വാസം ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഇവർ നന്നായിട്ട് പഠിച്ചു, ആത്മവിശ്വാസമുണ്ട്. ക്വിസ് മാസ്റ്റർ ആകുന്ന പരിശ്രമിച്ചിട്ടും അവരെ തെറ്റിക്കാൻ പറ്റിയില്ല, വഴി പിഴപ്പിക്കാൻ പറ്റില്ല എന്ന് ഉറപ്പാണ്. അത് ആ പഠിച്ച് കിട്ടിയ ആത്മവിശ്വാസത്തിൻ്റെ കരുത്താണ്. അത് ഇന്നത്തെ കുട്ടികളിൽ അധികം കാണാറില്ല. പക്ഷേ അവർ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം പഠിക്കും, അപ്പോഴേ വേണേൽ മറന്നു കളയും, മാർക്ക് മേടിച്ച് പോകും, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവർ രണ്ടുപേരും അങ്ങനെയല്ല. അവരത് പഠിച്ചത് ജീവിതത്തിൽ ഉപയോഗിക്കണം എന്ന് തന്നെ വിചാരിക്കുന്നവരാണ്. അതുകൊണ്ട് ഈ പഠിപ്പ്, ഈ ആത്മവിശ്വാസം ജീവിതത്തിൽ വഴി പിഴപ്പിക്കാൻ ഒരിക്കലും നിങ്ങളെ ഇടയാക്കില്ല, ആക്കരുത്. അതിനാണ് നിങ്ങളുടെ പാഠം എന്ന് എപ്പോഴും ഉള്ളിൽ ഉറക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കാരണം എത്ര പ്രാവശ്യം പരിശ്രമിച്ചു, അതല്ല എന്ന് പറയാൻ യാതൊരു ആശങ്കയില്ല. ഞങ്ങൾ പഠിച്ചത് ശരിയാണ്, ഞങ്ങളെ വഴി പിഴപ്പിക്കാൻ ആർക്കും പറ്റില്ല എന്നുള്ളൊരു ആത്മധൈര്യം, അത് ഇന്നത്തെ കുട്ടികൾക്കൊരു പാഠമാകട്ടെ. നിങ്ങളെ എത്രയോ കുട്ടികൾക്ക് കണ്ടു പഠിച്ച് ജീവിത ബന്ധാവിനെ നന്നാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നളോപാഖ്യാനം കഥ ഇതുപോലെ തന്നെ ഒരു ജീവിത അനുകരണമായ കഥയാക്കിയാണ് മഹാഭാരതത്തെ അവതരിപ്പിക്കുന്നത്. യുധിഷ്ഠിരൻ രാജ്യം ഉപേക്ഷിച്ച് വനവാസം അനുഷ്ഠിക്കുമ്പോൾ അവിടെ അനുഭവിക്കുന്ന തീവ്ര വേദനകൾ ഓരോന്നും അയവിറക്കിക്കൊണ്ട് വിഷമിക്കുമ്പോൾ, ഇതെന്തിരിക്കുന്നു, രാജ്യമല്ലേ പോയുള്ളൂ, രാജ്യം മാത്രമല്ല സ്വന്തം പത്നിയെയും പുത്രന്മാരെയും വേർപിരിഞ്ഞു പോകുന്ന ഒരു രാജാവിൻ്റെ കഥ ഞാൻ പറയാം, കേട്ടുള്ളൂ. നാളെയായിരുന്ന കഥ. യൗവനകാലം തുടങ്ങിയപ്പോൾ തന്നെ നാരദൻ്റെയും ഹംസത്തിൻ്റെയും വാക്കിൽ അടിമപ്പെട്ട് ദമയന്തിയിൽ മനസ്സുറച്ച് ദമയന്തിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഇന്ദ്രാദികളായ ദേവന്മാർ വേഷപ്രച്ഛനായിട്ട് വന്ന് പരീക്ഷിക്കുന്നു. അതിനെ അതിജീവിച്ചുകൊണ്ട് ദമയന്തിയെ വിവാഹം കഴിക്കുന്നു. സുഖമായി ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ കലി ആവേശിച്ചിട്ട് അനുജനുമായി ചൂതുകളിയിൽ ഏർപ്പെടുന്നു. ആ ചൂതിൽ രാജ്യം പണയപ്പെടുത്തുന്നു. അങ്ങനെ സ്വന്തം പത്നിയുമായി സ്വന്തം മക്കളെ വാർഷ്ണേയനെ കൊണ്ട് അവിടെ കുണ്ടിനത്തിലേക്കാക്കിയിട്ട് യാത്രയാകുന്നു. കാട്ടിൽ പോയി കഴിയുമ്പോൾ സ്വന്തം രക്ഷ പോലും അപകടമാണ്. പിന്നെ എങ്ങനെ പത്നിയെ രക്ഷിക്കാൻ പറ്റും? അതുകൊണ്ട് പത്നിയെ നിർദ്ദയം കാട്ടിൽ ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം കാട്ടിൽ നിന്നും മറ്റൊരു ദിക്കിൽ കൂടി കടന്നു കളയുന്നു. അവിടുന്ന് പോകുന്ന വഴിക്കാണ് കാർക്കോടകൻ്റെ ദംശനമേറ്റ ആകപ്പാടെ ഉണ്ടായിരുന്ന സ്വന്തം സൗന്ദര്യം നഷ്ടപ്പെടുന്നു.
ഇതൊക്കെ ഒരു മനുഷ്യ ജീവിതത്തിൽ അനുഭവിക്കാവുന്ന എത്ര ദുഃഖങ്ങൾ, ദുരിതങ്ങൾ ജീവിതത്തിലുണ്ടാകാം. അതും ഏറ്റുവാങ്ങിക്കൊണ്ട് അദ്ദേഹം കാർക്കോടകൻ്റെ നിർദ്ദേശമനുസരിച്ച് ഋതുപർണൻ്റെ കൊട്ടാരത്തിലെത്തുന്നു. അവിടെ ഒരു രാജാവിൻ്റെ അടുക്കള ജോലിക്കാരൻ്റെ കഴിയേണ്ടി വരുന്നു, അതും സ്വന്തം സാമന്ത രാജാവിൻ്റെ. നോക്കൂ എന്തുമാത്രം വിഷമതകളാണ്. അവിടെ അടുക്കള പണിക്കാരനായിട്ട് ജോലി എടുക്കുമ്പോഴാണ് സ്വന്തം ഭാര്യയായ ദമയന്തി രണ്ടാമത് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, നളനെ ഉപേക്ഷിക്കുന്നു എന്ന വാർത്ത ഒരു ബ്രാഹ്മണൻ ഫതഫിൽ വന്ന് പറയുന്നു. അതും കൂടി കേട്ടപ്പോൾ ഞെട്ടിപ്പോയി എന്തെന്നില്ലാതെ. കാരണം താൻ ജീവിച്ചിരിക്കുക തൻ്റെ ഭാര്യ തന്നെ ഉപേക്ഷിച്ച് മറ്റൊരാളെ വിവാഹം കഴിക്കുന്നു എന്ന വാർത്ത. ആ വിവാഹത്തിന് ഈ രാജാവ് പോകുന്നു. ഋതുപർണൻ അദ്ദേഹത്തെ കൊണ്ടുപോകേണ്ട ബാധ്യതയും തനിക്കാണ്. തേരോടിച്ച് പോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ സ്വന്തം പത്നിയുടെ ഗൃഹത്തിൽ അടുക്കളയിൽ പാചകം ചെയ്യാൻ നിയോഗിക്കുന്നു. സ്വന്തം പത്നിയുടെ ഗൃഹം നല്ല പരിചയമായ അടുക്കളയാണ്, പക്ഷേ അവിടെ തീയുമില്ല, വെള്ളമില്ല. ഇതൊക്കെ ദമയന്തിയുടെ പണികളാണെന്ന് മനസ്സിലാക്കി ഇങ്ങനെയാണ് ഒരു പക്ഷെങ്കിൽ വീണ്ടും നളദമയന്തിമാരുടെ പുനഃസമാഗമുണ്ടായി ആ കഥ പൂർണ്ണമാകുന്നത്. ഈ കഥ കരളലിയിക്കുന്ന കഥ കേട്ടപ്പോൾ അങ്ങേക്ക് ഇപ്പം എന്നാ അമ്മ കൂടെയുണ്ട്, പത്നി കൂടെയുണ്ട്, അനുജന്മാർ കൂടെയുണ്ട്, പിന്നെന്താണ്? ഇതൊന്നും ഇല്ലാത്തൊരു രാജാവിൻ്റെ കഥയല്ലേ പറഞ്ഞത്. ഇങ്ങനെയാണ് നമ്മൾ നിത്യജീവിതത്തിൽ നമ്മേക്കാൾ വിഷമം അനുഭവിക്കുന്ന ആൾക്കാരുടെ കഥ കേൾക്കുമ്പോൾ നമ്മുടെ സാരമല്ല എന്ന് അനുഭവിക്കുന്ന ദുഃഖത്തെ നിസ്സാരവൽക്കരിക്കാൻ, അതിനേക്കാൾ ഗഹനമായി ദുഃഖ കഥകൾ കേട്ട് സ്വന്തം ദുഃഖത്തെ മറക്കാൻ, അതിജീവിക്കാനുള്ള കരുത്ത് ഉണ്ടാക്കിയെടുക്കാൻ, യുധിഷ്ഠിരന് കരുത്ത് പകരാൻ ഉപദേശിച്ച മനോഹരമായൊരു കഥയാണ്. ആ കഥയിൽ നിന്നും ഈ പാഠം നന്നായി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന ഏത് ദുഃഖങ്ങളെയും വിപത്തുകളെയും നേരിടാനുള്ള കരുത്ത് ഉണ്ടാക്കണം. അത് നിങ്ങൾക്ക് പാഠത്തിൽ കൂടി കിട്ടിയിട്ടുണ്ട്, അത് നശിക്കാതിരിക്കട്ടെ. താങ്ക് യു സർ. അലക്സാണ്ടർ സർ. കുട്ടികൾ വളരെ ഭംഗിയായിട്ട് പെർഫോം ചെയ്തു. മോള് ഇടയ്ക്ക് പറഞ്ഞപ്പോൾ പരമശിവൻ്റെ കഴുത്തിൽ വാസുകി കിടപ്പുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് ശങ്കരാഭരണമാണ്. ആ പാമ്പിൻ്റെ തല ഇങ്ങനെ ആരോഹണവും അവരോഹണവും ചെയ്യുന്നതനുസരിച്ചിട്ടാണ് കർണാടക സംഗീതത്തിലെ ശങ്കരാഭരണം എന്നൊരു രാഗം ഉണ്ടായിട്ടുള്ളത്. അത് മോളൊന്ന് ചെക്കപ്പ് ചെയ്തോണം. ഈ നളകഥയിൽ നിന്ന് കുട്ടികൾ പഠിക്കേണ്ട ഒരുപാട് പാഠങ്ങളുണ്ട്. അപ്പോൾ മലയാളത്തിലെ ആട്ടക്കഥകളിൽ ഏറ്റവും ശ്രദ്ധേയമാണ് നളചരിതം ആട്ടക്കഥ. ഉത്തരാസ്വയംവരവും നളചരിത ആട്ടക്കഥയാണ് മലയാളത്തിലെ ഏറ്റവും ബെസ്റ്റ് ആട്ടക്കഥകൾ. അപ്പോൾ ഈ ആട്ടക്കഥയ്ക്കകത്ത് ഈ ദമയന്തിയെ കല്യാണം കഴിക്കാനുള്ള ആളുകൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ഭീമരാജാവ് പറയുകയാണ്, ഇങ്ങനെയുള്ളവരാരും നമ്മുടെ മകളുടെ മംഗളകർമ്മം കാമിക്കേണ്ട. എന്നിട്ട് ഓരോരുത്തരുടെ ക്വാളിഫിക്കേഷൻ എടുക്കുകയാണ്. 1,00,000 മനുഷ്യർ കൂടുമ്പോൾ അതിൽ ലക്ഷണമൊത്തവർ 1-2 എന്നിട്ട് ഓരോ പുരുഷൻ്റെയും ഗുണം എന്താണ്, ദോഷം എന്താണ്. പ്രേമിക്കാൻ പെമ്പിള്ളേർക്കുള്ള ക്ലാസ്സാണ്, ഉഗ്രം ക്ലാസ്സാണ്. ചെറുക്കനെ എടുക്കുമ്പോൾ എങ്ങനെ എടുക്കണം, ഏത് ഗുണമുള്ളവനെ എടുക്കണം, ഏത് ഗുണം പാടില്ല എന്നുള്ളത്. അപ്പോൾ നളചരിതം വായിച്ചിട്ട് ആരെങ്കിലും ഒരു പ്രേമലേഖനം തന്നാൽ അവനെ ഒന്ന് അസസ് ചെയ്യാൻ ഈ നളചരിതത്തിലെ പാഠം ഉപയോഗിച്ചാണ്, ഇല്ലെങ്കിൽ അബദ്ധത്തിൽ ചാടും എന്നുള്ളതാണ്. ഈ പ്രേമിക്കേണ്ട എങ്ങനെയെന്നുള്ള ഉഗ്രം ക്ലാസ്സാണ് ഈ നളചരിതം എന്ന് പറയുന്നത്. ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതായത് നളൻ ഇതെല്ലാം കഴിഞ്ഞ് മരിച്ചങ്ങ് സ്വർഗത്തിൽ പോയി. അപ്പോഴാണ് ഈ മഹാഭാരത യുദ്ധം നടക്കുന്നത്. നളൻ്റെ ആത്മാവ് ഇന്ദ്രനോട് പറഞ്ഞു, എനിക്ക് ആ യുദ്ധഭൂമിയിൽ പോയി പാണ്ഡവന്മാരെങ്ങനെ യുദ്ധം ജയിക്കുന്നു എന്ന് മനസ്സിലാക്കണമെന്ന് പറഞ്ഞു. ഇന്ദ്രൻ പറഞ്ഞു, ഞാനും പോവാ, എൻ്റെ മോനോട് അർജുനോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ പോവാ, വരാൻ പറഞ്ഞു. അങ്ങനെ ഇന്ദ്രൻ്റെ കൂടെ ഈ നളൻ വന്നിട്ട് മഹാഭാരത യുദ്ധത്തിന് മുകളിൽ നിന്ന് ഈ വ്യൂ ചെയ്തിട്ടുള്ള കമൻസ് ഉണ്ട്. നമ്മൾ സഞ്ജയൻ പറയുന്ന കമൻസിൽ നിന്നാണല്ലോ പലതും നമുക്ക് മനസ്സിലാവുന്നത് യുദ്ധത്തിൽ എന്താ നടന്നെന്നുള്ളത്. പക്ഷേ ഈ നളൻ വന്നിട്ട് പാണ്ഡവരുടെ പക്ഷം ചേർന്ന് ഇന്ദ്രൻ്റെ തേയിലിരുന്ന് കാണുകയാണ് ഈ മഹാഭാരത യുദ്ധം. എന്നിട്ട് ആ പാണ്ഡവരോട് കാണിക്കുന്ന സഹാനുഭൂതി ഉണ്ടല്ലോ, അത് നമ്മൾ ശ്രദ്ധമായിട്ട് മനസ്സിലാക്കണം. അതായത് നമ്മളെപ്പോലെ കഷ്ടപ്പെടുന്ന വേറൊരാളെ കണ്ടാൽ ആ ആളിന് എങ്ങനെ നമ്മൾ സഹായം എത്തിക്കാൻ പറ്റുമെന്ന് മനുഷ്യൻ്റെ ഈ മനഃശാസ്ത്രം ഉണ്ടല്ലോ, സൈക്കോളജിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, അത് കൃത്യമായി നളൻ്റെ സ്വഭാവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. യുവാക്കൾ മനസ്സിലാക്കാനാണ് ഈ നളോപാഖ്യാനത്തിൻ്റെ വലിയ ഇത് നമ്മൾ പഠിക്കുന്നത്. താങ്ക് യു സർ. ഹെബ്ബാർജി. ആദ്യം തന്നെ രണ്ടുപേർക്കും കൺഗ്രാറ്റ്സ്. ഭയങ്കര കോൺഫിഡൻസോടെ ചിരിച്ച മുഖത്തോടെ ചേച്ചിയോട് വാശിക്ക് നിന്ന് പോരാടി, എന്താ പറയുക, ഫുൾ മാർക്സും കിട്ടി. ഏതായാലും എനിക്ക് നേരത്തെ ഞാൻ പറയാറുണ്ട്, അതേപോലെ തന്നെ രസകരമായ ഒരു പ്രസൻറ്റേഷനാണ് വിവിധ ആചാര്യന്മാർ ഇവിടെ തന്നിരിക്കുന്നത്. വിശ്വനാഥൻ സാറ് കഥയിൽ നിന്നും നമ്മുടെ എന്താ പറയുക സ്വാമിജി അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിൽ നിന്നും അലക്സാണ്ടർ സാർ അദ്ദേഹത്തിൻ്റെ പോലീസ് ബുദ്ധിയിൽ നിന്നും നമുക്ക് തന്നു. അപ്പം ഞാനും കൂടി ഒരു കാര്യം കൂടി നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി പറയാം. ഞാൻ ആ നളചരിത ആട്ടക്കഥ എഴുതിയ ഞാനാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ്. ഞാൻ ചിരിക്കുന്നു. അതായത് ഉണ്ണായി വാര്യരായിട്ട് അഭിനയിച്ചത് ഞാനാണ്, അത് എഴുതിയ ആളായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു കണക്ഷനും കൂടി ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ഉണ്ണായി വാര്യരായിട്ട്. അതെ, ഉണ്ണായി വാര്യരായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇതിവിടെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് വേറൊരു എപ്പിസോഡിൽ, പ്രിയമാനസം എന്ന സിനിമയിലും.
പക്ഷെ ഈ പറഞ്ഞതുപോലെ അതിനുവേണ്ടി വായിച്ചപ്പോൾ തോന്നിയ രസകരമായ കുറേ കാര്യങ്ങൾ പക്ഷെ ഇവിടെ ഇത്രയും രസകരമായിട്ട് നമ്മൾ ആ സിനിമയിൽ പോലും പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇത് പറയാൻ കാരണം അദ്ദേഹം അലക്സാണ്ടർ സാർ ഒരു കാര്യം കൂടി പറഞ്ഞു, വാസുകിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ശങ്കരാഭരണത്തിനോട് ലിങ്ക് ചെയ്തു. ഞാൻ ഇതിനു മുമ്പും ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, ഇതുപോലുള്ള ഐതിഹ്യങ്ങൾ, ഇതുപോലുള്ള കഥകളും ഇതുപോലുള്ള നമ്മുടെ പഴയ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ കലയെ എത്രത്തോളം അത് സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത്. സംഗീതത്തെ ആവട്ടെ, നൃത്തത്തെ ആവട്ടെ, എന്താ പറയുക, ഡ്രാമ ആയിക്കോട്ടെ, തിയേറ്റർ ആയിക്കോട്ടെ, സിനിമ ആയിക്കോട്ടെ, ഇപ്പോഴത്തെ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള സിനിമകളിൽ ഏറ്റവും നമ്മൾ ഗംഭീരം എന്ന് പറയുന്നതും വലിയ മെസ്സേജ് ഉണ്ട് എന്ന് പറയുന്ന പല കഥകളും എനിക്ക് ഉറപ്പാണ് ചേച്ചി അങ്ങനത്തെ എത്രയോ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടാവും. അങ്ങനത്തെ സിനിമകളിലൊക്കെ പറയുന്നത്, ഞാൻ പറയുന്നത് ഇതിഹാസ കഥയോ മിത്തോളജി പറയുന്ന സിനിമ മാത്രമല്ല, മോഡേൺ കോണ്ടെക്സ്റ്റിൽ ചെയ്യുന്ന സിനിമകളും ബോറോ ചെയ്യുന്നത് മഹാഭാരതത്തിൽ നിന്നും ഇതുപോലുള്ള കഥകളിൽ നിന്നൊക്കെയാണ്. മണിരത്നം എത്രയോ സിനിമകൾ വളരെ മോഡേൺ എന്ന് നമ്മൾ ചിന്തിച്ച സിനിമകൾ എടുത്തിരിക്കുന്നത് ഇതിൽ നിന്നാണ്. ഇനിയിപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ, ഇനിയിപ്പോൾ ദൃശ്യം പോലെ ദൃശ്യം 4 or 5 ആവുകയാണെങ്കിൽ സാറ് പറഞ്ഞത് കേട്ടിട്ട് ആർക്കെങ്കിലും തലയിലേക്ക് ഒരു ഐഡിയ വന്നിട്ട് ഇതുപോലെ മുന്നോട്ട് പോവാം. പക്ഷേ ഏറ്റവും വലിയ മെസ്സേജ് എന്ന് പറയുന്നത് സാറ് പറഞ്ഞ പോലെ നെവർ ഗീവ് അപ്പ്. നെവർ ഗീവ് അപ്പ് ഇൻ ലൈഫ്. ഫോളോ യുവർ പാഷൻ വിത്ത് ഓൾ യുവർ ഹാർട്ട്. സക്സസ് വിൽ ബി യോസ്. സോ നെവർ എവർ ഗീവ് അപ്പ്. നിങ്ങൾ മാത്രമല്ല, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കോടാനുകോടി കുഞ്ഞു കുട്ടികളും മാത്രമല്ല മുതിർന്നവരും ചിന്തിക്കേണ്ടതാണ്. നെവർ ടു ലേറ്റ് ടു ഡ്രീം. നെവർ ഗീവ് അപ്പ്. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ഹെബ്ബാർജി. അപ്പോൾ ഫുൾ മാർക്കും കിട്ടി, നല്ല കമൻസും കിട്ടി അല്ലേ? നല്ല രസമല്ലേ ഇവർ സംസാരിക്കുന്നത് കേൾക്കാനായിട്ട്? ഒരുപാട് കാര്യങ്ങൾ രസകരമായിട്ട് ഇങ്ങനെ പറഞ്ഞു തരുന്നത് അല്ലേ? നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആവൂലേ കുറേയൊക്കെ? ആയിരിക്കും. ആയിരിക്കും. ഈ ആൻസറിന് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്ത്. ഇവൻ എന്താ പറയാന്നറിയാൻ വേണ്ടി. വളരെ ഡിപ്ലോമാറ്റിക് ആണ്. അതെ അതെ, അല്ലാന്ന് പറയാൻ വയ്യ. ആണെന്നും പറയുന്നില്ല, അല്ലാതെ പറയാം ആയിരിക്കാം. ഓക്കെ, ഇവിടെ എന്തെങ്കിലും ഒരു ചെറിയൊരു സംഭവം കാണിച്ചു തരൂ. ഒരു പാട്ട് പാടാം. പാട്ട് പാടാം. ശരി, ഓക്കെ, പാട്ട് പാടും. സതീഷ് പൂവക്കോട് എഴുതിയ ചിതറി തെളിക്കുന്ന ചിന്തകളിലെപ്പോഴും എന്ന് തുടങ്ങുന്ന കാട്ടുപൂ എന്ന പേരുള്ള ഒരു കവിതയാണ് ഞാനിവിടെ ആലപിക്കുന്നത്. ചിതറി തെളിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ ഈ പുഞ്ചിരി ഒന്നു മാത്രം. ചിതറി തെളിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ ഈ പുഞ്ചിരി ഒന്നു മാത്രം. മഴവിൽ പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും. കൃഷ്ണ തുളസി കതിർ തുമ്പ് മോഹിക്കും നിന്റെ ഈ വാർമുടി ചുരുളിലെത്താൻ. മധുവില്ല മനമില്ല പൂജക്കെടുക്കില്ല താനേ വളർന്നൊരു കാട്ടുപൂവാണു ഞാൻ. ഓക്കെ, അടിപൊളി, സന്തോഷമായി. അപ്പൊ എന്തായാലും ഈ ഒരു റൗണ്ടൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു. ഇനി വരുന്ന റൗണ്ടുകൾ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ വജ്രവ്യൂഹം ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് ആരംഭിക്കാം മകരവ്യൂഹം. ഇന്നത്തെ ഈ വേദിയിൽ മകരവ്യൂഹത്തിൽ പെർഫോം ചെയ്യാനായിട്ട് ആരാ എത്തുന്നത് നമുക്ക് നോക്കാം. ഹെബ്ബാർജി. ചിന്മയ വിദ്യാലയം, കൊല്ലം. അപ്പോൾ നമ്മുടെ കലാകാരന്മാരും കലാകാരിയൊക്കെ ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇന്ന് വെറൈറ്റിക്ക് ഇത്രയും നാളില്ലാത്ത പോലെ എല്ലാവരും കറുപ്പണിഞ്ഞിട്ടാണ്. മറ്റേത് ഒരു അയ്യപ്പനെങ്കിലും ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുരാണ കഥാപാത്രം ഉണ്ടാവാറുണ്ട്. ഇന്ന് എല്ലാവരും ഈ ഒരു ജനറേഷനിലെ ആൾക്കാരാണ് അല്ലേ? എന്താണ് ഇന്നത്തെ സബ്ജക്ട്? തീർത്ഥാടന യാത്ര ശബരിമലയിലേക്കുള്ള തീർത്ഥാടന യാത്ര. നമുക്ക് പരിചയപ്പെടാം. പേര് പറഞ്ഞു. വിഭ വിനോദ്. വിഭ എത്രാം ക്ലാസ്സിലാ? 9th. മോൻ? ഋതു പ്രകാശ്. എത്രാം ക്ലാസ്സിലാ? 8th. ഇത് പ്രോപ്പർട്ടി ആണോ? യാ. ഞാൻ വിചാരിച്ചേ ഇവിടെ ക്യാമറ ഒക്കെ വെച്ച് ഇങ്ങനെ തിരിച്ചിങ്ങനെ ഇവിടെ ഒക്കെ ഷൂട്ട് ചെയ്ത് ചാരപ്രവർത്തനമാണെന്നൊന്ന് തെറ്റിദ്ധരിച്ചു. പ്രോപ്പർട്ടി ആണല്ലേ? അപ്പൊ കുഴപ്പമില്ല. എന്താണ് പേര്? സായു ജസ്റ്റി പിള്ളൈ. സായു ജസ്റ്റി പിള്ളൈ. ഓക്കെ, എത്രാം ക്ലാസ്സിലാ? 8th. സഞ്ജയ് 9th. 9th. ആരുഷ്
9th. 9th. ഇതില് ആരൊക്കെ മുമ്പ് അഭിനയിച്ചിട്ടുണ്ട് ഇതുപോലെ? ഉണ്ടോ? ഇല്ല, ഇതുപോലില്ല. ഇതുപോലില്ല. ഡ്രാമയില് അഭിനയിച്ചിട്ടുണ്ടോ? ആ, ഇത് ഡ്രാമയാണ്. ഇതുപോലെയല്ല ഡ്രാമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അതായത് അയ്യപ്പനായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അഭിനയിച്ചിട്ടില്ല എന്നാണോ ഉദ്ദേശിച്ചത്? ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ തന്നെ അഭിനയിച്ചല്ലോ. ഓക്കെ. അപ്പൊ ഈ പുതിയ വന്ന ആൾക്കാർക്ക് എന്തൊക്കെ ടിപ്സ് ആണ് കൊടുത്തത്, പ്രത്യേകിച്ച് ഈ വേദിയിൽ? അങ്ങനെ ടിപ്സ് ആയിട്ടൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. പക്ഷേ നല്ല എനർജിയിൽ പറയണം, പിന്നെ നന്നായിട്ട് ലൗഡായിട്ട് പറയണമെന്ന് പറഞ്ഞു. അതൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ? എല്ലാം സെറ്റ് ആണല്ലോ? നമ്മൾ അടിച്ചു പൊളിക്കല്ലേ? ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. മലയാള ദേശത്തിനും അപ്പുറത്തേക്ക് ഭക്തിയുടെ മഹത്വം ജനങ്ങളിലേക്ക് എത്തിച്ച സ്വാമി അയ്യപ്പൻ്റെ സന്നിധിയിലേക്ക് ഒരു തീർത്ഥയാത്ര. തത്വമസി. യോഗവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതീ ഹൃദയാനന്ദം ശാസ്താരം പ്രണമാമ്യഹം. സ്വാമിയേ ശരണമയ്യപ്പോ, സ്വാമിയേ ശരണമയ്യപ്പോ. എവിടെ വൈഷ്ണവ്? ഇരുമുടി നിറയ്ക്കാനോ കണ്ടില്ല, കെട്ടെടുക്കാനെങ്കിലും ആളെത്തൂ. അവന്തേ അവിടെ ഇരുന്ന് മൊബൈല് നോക്കുക. വല്ല ഗെയിമും കളിക്കുവാവും. അവന് ഈ ആചാരങ്ങളിലൊന്നും ഒരു വിശ്വാസവും ഇല്ല. അതുകൊണ്ടല്ലേ നമ്മൾ 41 ദിവസം വ്രതം നിന്നപ്പോൾ അവൻ കൂടാഞ്ഞത്. ഈ ശബരിമല യാത്ര തന്നെ ഒരു ടൂറാണെന്നാ അവന്റെ വിചാരം. ഇത് വെറും ഒരു ടൂർ അല്ല കുഞ്ഞുങ്ങളെ, തീർത്ഥാടനം. ഈശ്വരനെ അറിയാനുള്ള തീർത്ഥയാത്ര, നമ്മുടെ സനാതന ധർമ്മമറിഞ്ഞുള്ള തീർത്ഥയാത്ര. 18 മലകൾക്കും അധിപനാണ് പരമ്പൊരുളായ ശാസ്താവ്. ആ ശാസ്താവിനെ കാണാനാണ് ആചാരങ്ങളൊക്കെ പാലിച്ച് നമ്മൾ പോകുന്നത്. സ്വാമിയേ ശരണമയ്യപ്പ. എന്തുകൊണ്ടാ സ്വാമി അയ്യപ്പനെ ശാസ്താവെന്ന് വിളിക്കുന്നത്? ശാസിക്കുന്നവൻ ശാസ്താവ്. എല്ലാവരെയും അല്ല, സ്വധർമ്മത്തിൽ നിന്നും വ്യതിചലിക്കുന്നവരെ. നമ്മുടെ പുണ്യം പോലെ ആ ശബരിമല മുടിയിലിരുന്ന് മലയാളക്കരയെ കാക്കുന്നു. മാളികപ്പുറം എവിടെ? അമ്മദാ ഇങ്ങെത്തി കഴിഞ്ഞു. വൈഷ്ണവ് എവിടെ കുട്ടികളെ? അവന്തേ അവിടെ ഇരുന്ന് മൊബൈല് നോക്കുക. ഈ നേരത്താണോ അവന്റെ കുട്ടിക്കളി? പോയി അവനെ വിളിച്ചോണ്ട് വാ. കുട്ടിക്കാലത്തോ എനിക്ക് മലയ്ക്ക് പോകാൻ പറ്റിയില്ല. ഇന്നിപ്പോ പോകാവുന്ന പ്രായമായപ്പോ ശരീരം നിലങ്ങനെ നിൽക്കുന്നു. എനിക്ക് എൻ്റെ അയ്യപ്പനെ കണ്ട് തൊഴാൻ പറ്റുമോ ഗുരുഭൂത? രാധമ്മയ്ക്കത് സാധിക്കും. ഈ 80-ാം വയസ്സിലും എനിക്ക് മല കയറാൻ പറ്റുന്നത് അയ്യപ്പ സ്വാമിയുടെ കൃപ കൊണ്ടാണ്. സ്വാമിയേ ശരണമയ്യപ്പ. കുട്ടികളെ, വൈഷ്ണവിനെ കൂട്ടിക്കൊണ്ടുവരാൻ പോയ നിങ്ങൾ എന്താ ഇത്ര വൈകിയത്? അമ്മേ, ഈ വൈഷ്ണവ് കറുത്ത മുണ്ടെടുക്കാൻ സമ്മതിച്ചില്ല. ഞങ്ങൾ നിർബന്ധിച്ച് കറുപ്പിടിപ്പിച്ചു കൊണ്ടുവരികയായിരുന്നു. ഓ, എനിക്ക് ജീൻസ് ഇട്ടോണ്ട് വരുന്നതായിരുന്നു ഇഷ്ടം. കറുപ്പൊടുക്കുന്നത് കാഴ്ചയ്ക്കല്ല കുട്ടികളെ, കൂരിരുൾ മൂടിയ കാനനത്തോട് നീതി പുലർത്താനും കാട്ടുമൃഗങ്ങളുടെ കണ്ണിൽ പെടാതിരിക്കാനുമാണ്. നമ്മുടെ സനാതന ധർമ്മം നമ്മെ പഠിപ്പിക്കുന്നതും ലാളിത്യവും വിനയവുമാണല്ലോ. ഓ, കഥയൊക്കെ പിന്നെ പറയാമേ. ദേ വണ്ടി വന്നു, നമുക്ക് ഇറങ്ങാം. അങ്ങനല്ല മോനെ. പിന്നെങ്ങനാ? ദക്ഷിണ കൊടുത്ത് ഗുരുഭൂതന്റെ കാല് തൊട്ട് വന്നിച്ച് ശരണം വിളിച്ച് വേണം കെട്ട് വാങ്ങിക്കാൻ. ഓ,
സ്വാമിയേ ശരണമയ്യപ്പോ. സ്വാമിയേ ശരണമയ്യപ്പോ. ദക്ഷിണ കൊടുത്ത് ശരണം വിളിച്ച് കെട്ട് വാങ്ങിക്കു കുട്ടി. ഓ, അവിടം വരെ പോന്നതിന് എന്തൊക്കെ ചടങ്ങുകളാ. സ്വാമിയേ ശരണമയ്യപ്പോ. സ്വാമിയേ ശരണമയ്യപ്പോ. സ്വാമിയേ ശരണമയ്യപ്പോ. ഇനി എല്ലാവരും തിരിഞ്ഞു നോക്കാൻ നടന്നോളൂ. സ്വാമിയേ അയ്യപ്പോ. അയ്യപ്പോ. സ്വാമിയേ 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 സ്വാമിയേ അയ്യപ്പോ. അയ്യപ്പോ. സ്വാമിയേ. എന്താ അമ്മേ ഇങ്ങനെ ഏന്തി ഏന്തി നടക്കുന്നേ? കാലൊക്കെ വല്ലാതെ കഴിക്കുന്നു, ഒരടി നടക്കാൻ വയ്യ. അയ്യപ്പൻ ഹെൽപ്പ് ചെയ്യാൻ വരുമെന്ന് പറഞ്ഞിട്ട് വന്നില്ലേ? എന്തായാലും ഞാൻ അങ്ങോട്ട് പോന്നു. ഓക്കെ. കുഞ്ഞേ, ഇത് കാനന പാതയാണ്, കാട്ടുമൃഗങ്ങൾ വിഹരിക്കുന്ന കൊടും കാട്. അയ്യപ്പനെ ശരണം വിളിച്ച് ഭക്തിയോടെ ശ്രദ്ധയോടെ വേണം മുന്നോട്ട് പോകാൻ. ഈ കാട്ടിലൂടെ പോകാൻ വലിയ ഭക്തിയുടെ ഒന്നും ആവശ്യമില്ല. ഞങ്ങൾ അത്ര ട്രക്കിങ്ങിന് പോയിട്ടുള്ളതാ. വലിയ ഭക്തിയുള്ളവരല്ലേ അവർ രണ്ടുപേരും. എന്നിട്ട് അവർ ഇതൊക്കെ കിതപ്പുണ്ടോ? എന്തൊക്കെയായാലും ഞാൻ അങ്ങോട്ട് പോന്നു. ഓക്കെ. നിനക്ക് അത്ര തിടുക്കമാണ്, നീ നടന്നോ. ഇതിലേ പോയാലും ഇതിലേ തന്നെ മടങ്ങി വരുമല്ലോ. ഓക്കെ ഓക്കെ. സ്വാമിയേ അയ്യപ്പോ. അയ്യപ്പോ. സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ. അയ്യപ്പോ. സ്വാമിയേ. അയ്യോ അയ്യോ. സ്വാമി സ്വാമി അയ്യപ്പോ അയ്യപ്പോ. അഭി, അനന്തു, അമ്മേ, രാധമ്മ അമ്മേ, ഗുരുഭൂത. അയ്യോ അയ്യോ. ആന ആന. സ്വാമി 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 രക്ഷിക്കണേ സ്വാമി. അയ്യപ്പോ കുഞ്ഞേ, കുഞ്ഞേ, സ്വാമി. നിനക്ക് എന്ത് പറ്റി? ആന ആന ആന. മോനെ, അജ്ഞതയാകുന്ന അന്ധകാരത്തിൽ നിന്നും നീ മോചിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ചിലർക്ക് അനുഭവമാണ് ഗുരു. സമാധാനമായി. എൻ്റെ മോനെ അയ്യപ്പൻ രക്ഷിച്ചല്ലോ. ഇനി അമാന്തിക്കണ്ട, വേഗം നടന്നാൽ കളഭച്ചാർ തണിഞ്ഞ കലിയുഗവരതന്റെ ദീപാരാധനയ്ക്ക് നമുക്ക് ശരണം വിളിക്കാം. സ്വാമിയേ ശരണമയ്യപ്പോ. സ്വാമിയേ അയ്യപ്പോ. അയ്യപ്പോ. സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ. അയ്യപ്പോ. സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ. അയ്യപ്പോ. സ്വാമിയേ സ്വാമിയേ ശരണമയ്യപ്പോ. സ്വാമിയേ ശരണമയ്യപ്പോ. വിശ്വമോഹനം ഹരിദധീശ്വരം ആരാധ്യപാദുകം ഹരിവിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാത്മജം ദേവമാശ്രയേ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ
ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. എങ്ങനെയുണ്ടായിരുന്നു പെർഫോം ചെയ്ത് കഴിഞ്ഞിട്ട്? തോന്നുന്നു കുഴപ്പമില്ലായിരുന്നു എന്ന് തോന്നുന്നു. ആർക്ക്? ഞങ്ങൾക്ക് ജഡ്ജസിന്റെ അഭിപ്രായം കൂടെ കേൾക്കണം. ഓക്കെ, നിങ്ങൾക്ക് കുഴപ്പമില്ലായിരുന്നു എന്ന് തോന്നുന്നു, എല്ലാവർക്കും അതാണ്. അപ്പൊ നമുക്ക് എന്തായാലും അഭിപ്രായം ചോദിച്ചാലോ? ഓക്കെ സ്വാമിജി. മൊത്തത്തിൽ ശബരിമല തീർത്ഥയാത്ര എന്ന സ്കിറ്റ് വളരെ നന്നായി അവതരിപ്പിച്ചു. അത് ഇന്നത്തെ ആധുനിക സമൂഹത്തിലെ തീർത്ഥാടനം എന്നുള്ള സങ്കല്പത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരു രീതിയുണ്ട്. അത് വളരെ നന്നായിട്ട് ആ മോൻ അവതരിപ്പിച്ചിട്ടുണ്ട്. തീർത്ഥാടനത്തിൻ്റെയും ടൂറിൻ്റെയും വ്യത്യാസം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. പാശ്ചാത്യ വീക്ഷണമാണ് ടൂർ എന്നുള്ളത്, നമ്മുടെ പൗരസ്ത്യ അല്ലെങ്കിൽ ഭാരതീയ വീക്ഷണമാണ് തീർത്ഥാടനം. ആത്മനിയന്ത്രണ ശീലമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് തീർത്ഥാടനത്തിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അത് വളരെ ഭംഗിയായി നിങ്ങൾ അവതരിപ്പിച്ചു. അതുപോലെ ഈ കറുപ്പെടുക്കുന്നതിൻ്റെ തത്വം പറഞ്ഞപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഒന്നുകൂടെ സൂചിപ്പിക്കാം അതിനകത്ത്. കാരണം കറുപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ കറുപ്പ് അത് ഉപേക്ഷിക്കുകയാണ്. നമ്മുടെ ഉള്ളിലെ കാമവും ക്രോധവും ലോഭവും മോഹവും മതവും മാത്സര്യമൊക്കെ കറുപ്പുകളാണ്. അതെല്ലാം ഉപേക്ഷിച്ച് വരുന്ന ഒരു തത്വമാണ്. ഇന്ന് പലരും തീർത്ഥാടനത്തിൻ്റെ തത്വം അറിയാത്തതുകൊണ്ട് ഈ ഡ്രസ്സുകളെല്ലാം കൊണ്ടുപോയിട്ട് ഈ പമ്പാ നദിയിൽ വലിച്ചെറിയുന്ന ഒരു രീതിയുണ്ട്. അത് തെറ്റായൊരു രീതിയാണ്, അതെവിടെയും പറയുന്നില്ല. വസ്ത്രമൊക്കെ ഉടുത്ത വസ്ത്രം പമ്പാ നദിയെ കൊണ്ട് എറിഞ്ഞിട്ട് പോരുന്ന ഒരു രീതി ഇന്ന് കാണുന്നുണ്ട്. എറിയാൻ പാടില്ല. പമ്പ എന്ന നദി പരിശുദ്ധമാണ്, അത് നിലനിർത്തേണ്ടത് നമ്മുടെ ഒരു ആവശ്യമാണ്. നദിയും ഈ പ്രകൃതിയും ഇതെല്ലാം നമ്മൾ നിലനിൽക്കണം. അത് ഈ ഭക്തി എന്ന് പറഞ്ഞാൽ സംരക്ഷണം കൂടിയാണ്, അതിനോടുള്ള സ്നേഹമാണ്, പ്രകൃതിയോടുള്ള സ്നേഹം കൂടിയാണ്. എല്ലാവരും നന്നായിട്ട് അവതരിപ്പിച്ചു. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. നന്ദി, നമസ്കാരം. നന്ദി സ്വാമിജി. വിധുബാല ചേച്ചി. പൊതുവെ ഇങ്ങനത്തെ സ്ക്രിപ്റ്റുകൾ മെനഞ്ഞെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. കാരണം ഇതിൽ എന്ത് വേണം എന്ത് വേണ്ട എന്നുള്ളത് തീരുമാനിക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇത് നന്നായിരുന്നു, കുഴപ്പമൊന്നുമില്ല. പക്ഷെ മൊത്തത്തിൽ എനർജി ഇല്ല. സത്യത്തിൽ യാതൊരു എനർജിയും ഞാൻ നിങ്ങളിൽ കണ്ടില്ല. ഈ ശബരിമല യാത്ര എന്ന് പറയുന്നത് ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇങ്ങനെ വളരെ ഇതായിട്ടല്ല, അത്രയും സൗമ്യത്തിൻ്റെ ആവശ്യമില്ല. അത് വളരെ കഠിനമായിട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ വളരെ എനർജറ്റിക് ആയിട്ടായിരിക്കണം. പൊതുവെ എല്ലാം ആദ്യം തൊട്ട് തന്നെയുള്ള എല്ലാ മൂവ്മെൻറ്റ്സും എല്ലാം വളരെ, എനിക്ക് ഗുരുബോധൻ്റെയും അമ്മയുടെയും ഒക്കെ വളരെ സോഫ്റ്റായിരുന്നു. അത് പ്രായത്തിൻ്റെ ഒക്കെ അഭിനയം എന്ന് പറയാം. പക്ഷെ മറ്റു 3 പേർക്കും എന്തായിരുന്നു? അപ്പോൾ അവർ നിങ്ങൾ 3 പേരും ഒട്ടും സ്മാർട്ടായിരുന്നില്ല എന്ന് പറയാം. നിങ്ങളുടെ ഭാഷയിൽ തന്നെ ഞാൻ പറയാം, സ്മാർട്ടായിരുന്നില്ല. പൊതുവെ നോക്കുവാണെങ്കിൽ ആ കറക്റ്റായിട്ടുള്ളൊരു മെസ്സേജ് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് വിശ്വാസം ഇല്ലാത്ത ഒരാൾ അവിടെ പോയി കഴിഞ്ഞാൽ ആപത്തിൽ ചാടും എന്നുള്ളതിൻ്റെ പൂർണ്ണ ഒരു രൂപം നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞു. അതൊക്കെ വളരെ നന്നായിട്ടുണ്ട്. താങ്ക് യു ചേച്ചി. ഹെബാർജി. നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്തു. പിന്നെ വരദ മാക്സിമം ഹെൽപ്പ് ചെയ്യാനും ട്രൈ ചെയ്തു. തുടക്കത്തിൽ എന്നെ പറഞ്ഞു എനർജിയെക്കുറിച്ച്. അത് എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് ചോദിക്കുകയും ചെയ്തു, അവിടെ നിന്ന് ടിപ്സ് കൊടുത്തു എന്നും പറഞ്ഞു. ചേച്ചി വളരെ വളരെ വാലിഡ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് പറഞ്ഞത്. നമ്മൾ എത്ര മൈൽഡായിട്ടുള്ള സീനാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ഇവിടുത്തെ എല്ലാ പഴയ, നിങ്ങൾ നേരത്തെ വന്ന ആൾക്കാരല്ലേ, ഈ സ്റ്റേജിലേക്ക് മോള് വന്നതാണല്ലേ. അപ്പം ഓർമ്മയില്ലേ അന്ന് ആചാര്യന്മാർ പറഞ്ഞതും നമ്മുടെ ഗുരുതുല്യരായിട്ടുള്ളവർ പറഞ്ഞതും ഒക്കെ എന്താണ്, എനർജി എന്ന് പറയുന്നത് നമ്മൾ എങ്ങനത്തെ സംഭവമാണെങ്കിലും സ്റ്റേജിൽ ഒരു എനർജി വേണമെന്നുള്ള നിർബന്ധമാണ്. പിന്നെ നമ്മുടെ മൊബൈൽക്കാരൻ കുറേ എന്താ പറയുക ഫ്രീ ആയിട്ടാണ് ചെയ്തത്. അത് അതിൻ്റെ ഒരു ഭംഗി അതിനുണ്ടായിരുന്നു. ബിക്കോസ് ഈ ആക്ച്വലി ഫ്രീ ആയിരുന്നു. അതായത് പല കാര്യത്തിനെ പറ്റി വരടായിരുന്നു മൂപ്പര്. അത് ശരിയാണോ അത് ശരിയാ പറഞ്ഞാൽ. അപ്പോൾ ആ ഒരു ഫ്രീഡം മൂവ്മെൻറ്റിലുണ്ടായിരുന്നു. അത് നല്ലത് തന്നെയാണ്. നിങ്ങൾക്കൊരു മോഡേൺ ഒരു ടോപ്പിക്ക് എടുത്തതുകൊണ്ട്, നിങ്ങൾ തിരഞ്ഞെടുത്തതുകൊണ്ട്, മോഡേണായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ തിരഞ്ഞെടുത്തുകൊണ്ട് നിങ്ങൾക്ക് സാധ്യതകൾ കുറച്ചുണ്ടായിരുന്നു. കുറേയും കൂടി ഫ്രീ ആയിട്ട് ചെയ്യാനും സംസാരിക്കാനും. ബിക്കോസ് ടോപ്പിക്ക് ഇന്നത്തെ കാലമാണ്, മൊബൈലിനെ കുറിച്ചാണ്. ഏതായാലും നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്തു. ചേച്ചി വരദ ആദ്യം സഹായിക്കാൻ നോക്കിയതും ചേച്ചി കൃത്യമായിട്ട് ഇപ്പോൾ പറഞ്ഞതും, എനർജി എന്ന് പറയുന്നത് മസ്റ്റാണ്. ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്, എനർജി എന്ന് പറയുമ്പോൾ തുള്ളി തുള്ളി നിൽക്കുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ മന്ദഗതിയിൽ അല്ലെങ്കിൽ വയസ്സായിട്ട് നിൽക്കുന്ന ആൾക്കാർ. അങ്ങനെയല്ല. പ്രസൻറ്റേഷനിലുള്ള എനർജി, ഒരു സീൻ ചെയ്യുമ്പോഴുള്ള എനർജി, മറ്റൊരാളുടെ അടുത്ത് സംസാരിച്ച് അയാൾ സംസാരിക്കുക മറ്റാൾ കേൾക്കുമ്പോഴുള്ള എനർജി,
ഇപ്പോൾ ചേച്ചി പറഞ്ഞതുപോലെ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ചടുലത അവിടെ നോക്കിയിട്ട് നല്ല രസമായി സ്റ്റേജ്. ഏതായാലും ഒരു വളരെ വാലിഡ് പോയിന്റാണ് കൊടുത്തത്. അതായത് തീർത്ഥാടനത്തിന് മാത്രമല്ല, ഇന്ന് എക്സസീവ് മൊബൈൽ യൂസ് കാരണം നമ്മൾ ഡ്രഗ്സിനും ആൽക്കഹോളിനൊക്കെ കള്ളുകുടിയന്മാർക്കൊക്കെ ഡീടോക്സിഫിക്കേഷൻ സെൻറ്റർ പോലെ ഇപ്പോൾ എക്സസീവ് മൊബൈൽ യൂസിനടക്കം ഡീടോക്സിഫിക്കേഷൻ സെൻറ്റേഴ്സ് തുടങ്ങേണ്ട സ്ഥിതിയിലേക്കാണ് പല രാജ്യങ്ങളും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് എക്സസീവായിട്ട് യൂസ് ചെയ്ത് നമ്മുടെ സ്വഭാവം തന്നെ മാറുകയും നമ്മുടെ സൊസൈറ്റിയിൽ ഇൻറ്ററാക്ട് ചെയ്യുന്ന രീതികളും മാറണം. എക്സസീവായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലും വളരെ കൊച്ചു പ്രായത്തിൽ അടുത്തുള്ള വ്യക്തികളോടോ സംസാരിക്കാതെ മറ്റുള്ളവരോട് മിങ്കിൾ ചെയ്യാതെ അപ്പോൾ നമുക്ക് ഒരു രീതിയിലുള്ള ഗ്രോത്തും ഉണ്ടാവില്ല. അപ്പോൾ അത് വളരെ വലിയൊരു പോയിൻ്റാണ്. നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ തീർത്ഥാടനത്തിന് പോകുമ്പോൾ മാത്രമല്ല, ഈ ഒരു പോയിന്റ് നമ്മൾ ജീവിതത്തിലും കൂടി ഫോളോ ചെയ്യേണ്ടതാണ്. റോഡ് ക്രോസ് ചെയ്യുമ്പോൾ മൊബൈൽ നോക്കിക്കൊണ്ട് പോയി എന്നുണ്ടെങ്കിൽ വണ്ടി കാണൂല. അതേപോലെ തന്നെ ഫുൾ ടൈം മൊബൈൽ നോക്കിക്കൊണ്ടിരുന്ന അടുത്തുള്ള സുഹൃത്തിനോട് സംസാരിക്കാൻ നമുക്ക് തോന്നൂല. ഏറ്റവും വലിയ പോയിന്റ് ഇപ്പോൾ പറഞ്ഞാൽ ഇതുപോലുള്ള തീർത്ഥാടനങ്ങൾക്ക് പോകുമ്പോൾ നമ്മളെ കെയർഫുൾ ആയിരിക്കണം, നമ്മൾ കാര്യങ്ങൾ നോക്കണം എന്ന് പറയുമ്പോൾ എല്ലാ രീതിയിലും നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും കെയർഫുൾ ആയിരിക്കണം എന്നുള്ളൊരു ഒരു എന്താ പറയുക മെസ്സേജും കൂടി നിങ്ങൾ കൊടുക്കാൻ നോക്കി. കുറേയും കൂടി എനർജി ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു മോഡേൺ ഡേ സബ്ജക്റ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി രസമായിട്ട് പ്രസൻറ്റ് ചെയ്യാനുള്ള എല്ലാ സംഭവങ്ങളും ഈ വേദിയിലുണ്ടായിരുന്നു. അത് യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളൊരു ചെറിയ ഡൗട്ട് ഉണ്ട്. എനിവേ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ഹെബാർജി. വിശ്വനാഥൻ സർ, ഒരു ശബരിമല തീർത്ഥാടന യാത്ര എങ്ങനെ ആവണം, എങ്ങനെ ആവരുത്, ഇത് രണ്ടുമാണ് വാസ്തവത്തിൽ രംഗത്ത് കാണിച്ചത്. എങ്ങനെ ആവണമെന്നുള്ളതും വാസ്തവത്തിൽ ആവരുത് എന്നുള്ളൊരു സന്ദേശത്തിലേക്കാണ് വന്നു ചേർന്നത്. കാരണം എനർജറ്റിക്കായിട്ട് പോകാൻ പറ്റുന്ന ഒരവസ്ഥയുണ്ട്, അത് വിനിയോഗിച്ച് തന്നെ പോകണം, അങ്ങനെ പോവാതിരിക്കരുത് എന്നുള്ളൊരു സന്ദേശവും കൂടി അറിയാതെ ഇവരുടെ അഭിനയത്തിൽ കൂടി നമുക്ക് അനുഭവിച്ചറിയാൻ കഴിഞ്ഞു എന്നുള്ളത് ഇവർ കാഴ്ചവെച്ച ഒരു സന്ദേശത്തിൻ്റെ ഇതായിട്ടാണ് എനിക്ക് തോന്നുക. സുന്ദരമായ ഒരു അനുഭവത്തെ കാഴ്ചവെച്ച ഈ എല്ലാ സംഘങ്ങൾക്കും അനുമോദനങ്ങൾ അറിയിക്കുന്നു. താങ്ക് യു സർ. അലക്സാണ്ടർ സർ. കുട്ടികൾ വളരെ ഭംഗിയായിട്ട് അഭിനയിച്ചു. പ്രത്യേകിച്ച് ഗുരുസ്വാമിയും മാളികപ്പുറവും വളരെ ഭംഗിയായിട്ട് അഭിനയിച്ചു. എൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും. നിങ്ങൾ രണ്ട് ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തിയാൽ കൊള്ളാം. ഒന്ന്, പുറകിൽ കാണിച്ച സ്ക്രീനിൽ കാണിക്കുന്ന ആന ആഫ്രിക്കൻ ആനയാണ്. ആഫ്രിക്കൻ സഫാരിയിൽ നിൽക്കുന്ന ആനയുടെ പടമാണ് എടുത്തിട്ടത്. അയ്യപ്പൻ കണ്ടിട്ടില്ലാത്ത ഒരാളാണ് ഈ ആഫ്രിക്കൻ ആന. അതുകൊണ്ട് ഇന്ത്യൻ ആനയെ കാണിക്കുന്നത് നല്ലതാണ്. രണ്ട്, ഈ ആനയെ കണ്ട് പേടിച്ചതുകൊണ്ട് കുട്ടി അയ്യപ്പനിൽ വിശ്വസിക്കാമെന്നുള്ള തീം എനിക്കിഷ്ടപ്പെട്ടില്ല. കാരണം ശബരിമല തീർത്ഥാടനം കണ്ട് അതിൻ്റെ വൈവിധ്യം കണ്ട് അതിൽ ആകർഷണമായി കുട്ടി അയ്യപ്പ ഭക്തിയിലേക്ക് വരണം. അല്ല, ആനയെ കണ്ട് പേടിച്ചപ്പോൾ ഉടനെ അയ്യപ്പൻ്റെ ഭക്തനായി, ആന പോയി കഴിഞ്ഞപ്പോൾ ഭക്തി പോയി എന്നുള്ള ആ ഒരു ആംഗിൾ തിരിക്കുന്ന നല്ലതാണ്. ഇനി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് രണ്ട് സജഷൻ പറയാണ്. പക്ഷേ ഈ ശബരിമല തീർത്ഥാടനം കഴിഞ്ഞ് 30 കൊല്ലത്തിൽ മൊബൈൽ ഫോൺ കണ്ടുപിടിച്ച ശേഷമുള്ള ഒരു തീർത്ഥാടനമാണ് കാണിച്ചത്. പക്ഷേ ഈ തീർത്ഥാടനത്തിനുള്ള ആ സാങ്കത്യം, അതിൻ്റെ സാരാംശം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. വളരെ കംപ്ലീറ്റായ ഒരു സംഭവമാണ് ഈ തീർത്ഥാടനം എന്ന് പറയുന്നത്. വൃശ്ചിക 1 ആകാശത്ത് ഉദിക്കുമ്പോൾ വൃശ്ചിക 1 തീർത്ഥാടനത്തിൻ്റെ പീരീഡ് വ്രതം അങ്ങോട്ട് തുടങ്ങുകയാണ്. ധനുമാസത്തിലെ കുളിരിൻ രാവിൻ്റെ കാലത്ത് ഉപവാസം തുടരുന്നു. അത് കഴിഞ്ഞ് വിൻ്റർ സോൾസ്റ്റീസ് എന്ന് പറയപ്പെടുന്ന മകരസംക്രാന്തിയിൽ വന്ന് അവസാനിക്കുകയാണ്. അപ്പോൾ വിൻ്റർ സോൾസ്റ്റീസ് എന്ന് പറഞ്ഞാൽ ദിവസത്തിൻ്റെ ദൈർഘ്യം ഏറ്റവും കുറഞ്ഞിട്ട് ഇരുട്ടിൻ്റെ ദൈർഘ്യം ഏറ്റവും കൂടി നിൽക്കുന്ന സമയത്താണ് സംഗതി തിരിഞ്ഞു വീഴുകയാണ്. പകലിൻ്റെ ദൈർഘ്യം കൂടി വരുന്ന ഈ വിൻ്റർ സോൾസ്റ്റീസ്. ഇത് ഇന്ത്യക്കാർ മാത്രമല്ല, ലോകത്തിലെ എല്ലാവരും ആഘോഷിക്കുന്ന സംഭവമാണ്. റോമാ സാമ്രാജ്യത്തിലെ ഏറ്റവും വലിയ ഉത്സവമായിരുന്നു സൂര്യഭഗവാന്റെ ജന്മദിനം, നേത്താലിസ് സോളിസ് ഇൻവിക്റ്റി. അത് ഈ മകരസംക്രാന്തിയാണ്. ഞങ്ങൾ ക്രിസ്ത്യാനികളുടെ ക്രിസ്മസ് ഈ മകരസംക്രാന്തിയാണ്. യേശുക്രിസ്തു ശരിക്കും ജനിച്ച സെപ്റ്റംബർ 21 അദ്ദേഹത്തിൻ്റെ ജനനം കൊണ്ടുവന്ന് ഈ വിൻ്റർ സോൾസ്റ്റീസ് ഫിറ്റ് ചെയ്തു, സൂര്യഭഗവാന്റെ ജന്മമായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നിക്കാ സുനോസിന് സെറ്റ് ചെയ്യുമ്പോൾ ഡിസംബർ 25 അപ്പോൾ ഓരോ വർഷവും 4 ദിവസം വെച്ച് ഇങ്ങനെ ആഡ് ചെയ്ത് വരും. അങ്ങനെ 1600 വർഷത്തെ 4 ദിവസം കൂട്ടിയപ്പോൾ ഈ ഡിസംബർ 25 മകരസംക്രാന്തി ഇപ്പം ജനുവരി 14 അപ്പോൾ ഞങ്ങളുടെ ക്രിസ്മസും ശബരിമലയിലെ മകരസംക്രാന്തി ഒന്നാണ് എന്നുള്ളത് അസ്ട്രോണമിക്കലി മനസ്സിലാക്കണം. ഈ പ്രായത്തിലുള്ള കുട്ടികൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ഇതിൻ്റെ തീർത്ഥാടനം കൊണ്ട് തുടങ്ങുമ്പം ഒരു സ്വാമിയുടെ കയ്യിൽ നിന്ന് ഇതെടുക്കുക, 18 തവണ 18-ാം പടി കയറിയ ഒരു ഗുരുസ്വാമി എല്ലാവരും പുരോഹിതനിൽ നിന്ന് എടുക്കുക. അതെടുക്കുമ്പോൾ ഗുരുദക്ഷിണ വെക്കുക, പാപപരിഹാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, അതിനുശേഷം കറുത്ത വസ്ത്രം ഇടുക, അതിനുശേഷം അതിനകത്ത് ആഹാരക്രമങ്ങൾ കൊണ്ട് മാറുകയാണ്, പ്യൂർ വെജിറ്റേറിയനാവാണ്. ഉള്ള നെയ്യൊക്കെ അടിച്ച് നോൺ വെജിറ്റേറിയൻ ഫുഡെല്ലാം കഴിച്ച് കുടവണ്ടിയും ചാടി വണ്ണമായിരിക്കുന്ന ഒരാൾ നോൺ വെജിറ്റേറിയനായി പതുക്കെ അവന് ഫാറ്റൊക്കെ പോയി നല്ല സ്റ്റെബിലൈസ്ഡ് ആവും. അത് കഴിഞ്ഞ് കർപ്പൂരം വെച്ചുള്ള പൂജന, വിളക്ക് വെച്ചുള്ള പൂജന, അത് കഴിഞ്ഞിട്ടുള്ള ഇത് കെട്ടിപ്പോവാണ്.
ഇപ്പോൾ കൊട്ടാരത്തിലും വലിയ പാലസിലൊക്കെ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ ഇതിൻ്റെ ഒന്നും സപ്പോർട്ടില്ലാതെ ഒരു സാധാരണ മനുഷ്യനായിട്ട് ഇതിനകത്ത് മുടികെട്ടും വെച്ചങ്ങ് നടക്കുകയാണ്. 100 to 200 കിലോമീറ്റേഴ്സൊക്കെ നടന്ന് അവൻ വരികയാണ്. അപ്പോൾ അവന് ശരീരത്തിന് ശേഷി കിട്ടുന്നു, എക്സസൈസ് കിട്ടുന്നു. അത് കഴിഞ്ഞ് അവന് പട്ടണത്തിൽ മാസം ജീവിച്ചവന് കാട് കാണുകയാണ്. കരിമല അങ്ങോട്ട് കയറി ആനയുടെ ശബ്ദം എല്ലാം കേട്ട് ഞങ്ങളൊക്കെ പോകുമ്പോൾ ഈ ആനയുടെ ഇതൊക്കെ കേട്ട് അടുത്തങ്ങാണ്ട് നിൽക്കാമെന്ന് വിചാരിക്കും നമ്മൾ. പക്ഷേ അതെല്ലാം കേട്ട് മൃഗങ്ങളെയൊക്കെ കണ്ട് പട്ടണവാസി കാനനം കാണുകയാണ്. കാനനം കണ്ടിട്ട് അവൻ കയറ്റം കയറി പമ്പ നമ്മുടെ പുണ്യമതി, തെന്മല നമ്മുടെ പുണ്യമല. അപ്പോൾ പ്രകൃതിക്കുള്ള പുണ്യത നദിയിലും മലയിലുമൊക്കെ പുണ്യത ഈ കാട് വെട്ടി നശിപ്പിക്കുന്ന ഒരു യുവാവ് ഈ കാടിനെ സംരക്ഷിക്കുന്നത് പുണ്യമാണെന്ന് മനസ്സിലാക്കുകയാണ്. അത് കഴിഞ്ഞ് മൗണ്ടനിയറിംഗ് ആണ്. ഇപ്പോഴത്തെ കോളേജ് പിള്ളേർ മൗണ്ടൻ കയറാൻ പോകും. ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടൊരു മൗണ്ടനിയറിംഗ് ആണ്. 1200 അടി പൊക്കത്തിൽ അവൻ നടന്നുകൊണ്ട് കയറുകയാണ്. അതിനിടയ്ക്ക് താഴ്വാരത്തിൽ ഇറങ്ങും, പിന്നെ മേപ്പോട്ട് പോകും. അതെല്ലാം കഴിഞ്ഞ് മേളറ്റത്ത് ചെന്ന് 18-ാം പടി കയറി അങ്ങോട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ 18-ാം പടി മാത്രമേ എനിക്ക് ഇച്ചിരി ഒബ്ജക്ഷനുള്ള. പടി പടിഞ്ഞപ്പോൾ ഇച്ചിരി വീതി വേണമായിരുന്നു. ഈ പടിക്ക് വീതിയില്ല. നല്ലൊരു കാലുകൾ മുഴുവൻ പടി നിൽക്കുകയില്ല. അത് സ്വർണ്ണം കൂടെ പൂശിയപ്പോൾ തന്നെ തെന്നി ആളുകൾ താഴെ വീഴാൻ തുടങ്ങി. രണ്ടാമത്തെ പടി വളരെ സ്റ്റീപ്പാണ്. ഒരു 50 വയസ്സ് കഴിഞ്ഞ ഒരാളിനെ പടി കയറാൻ ഒക്കത്തില്ല. എനിക്കിപ്പോൾ ആ പടി കയറാൻ പറ്റത്തില്ല. കാര്യം അത് ഭയങ്കര കുത്തനെയാണ് പണിഞ്ഞു വെച്ചിരിക്കുന്നത്. ആ പടിക്ക് ഇച്ചിരി വീതി കൂട്ടുകയോ ഇച്ചിരി സ്ലോപ്പ് കൂട്ടുകയോ ചെയ്തിരുന്നെങ്കിൽ 4 കോടി ഭക്തന്മാർക്ക് സഹായകരമായിരുന്നു. എൻ്റെ ഒബ്ജക്ഷൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളേ, എന്നെ വഴക്കുണ്ടാക്കല്ലേ. അപ്പം കൺസ്ട്രക്ഷനിൽ ഒരു ചെറിയ ഒരു പരിഹാരം വരുത്തുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ വരുമ്പോഴാണ് ഇവർ തേങ്ങ ഉടക്കുകയാണ്. അപ്പോൾ 4-ാം നൂറ്റാണ്ടിലാണ് ഈ ബുദ്ധമതക്കാർ തേങ്ങ ഇവിടെ കൊണ്ടുവരുന്നത്. അവർ തെക്ക് നിന്ന് കൊണ്ടുവരുന്നതുകൊണ്ട് അതിനെ തെൻഗ എന്ന് വിളിച്ചു, ഫ്രൂട്ട് ഫ്രം ദ സൗത്ത്. അതാണ് തേങ്ങയായി മാറിയത്. അത് ഉടക്കുന്ന പരിപാടി എന്നെ തോന്നുന്നു. അത് കഴിഞ്ഞപ്പോൾ എന്തോ AD 640 ചൈനയിൽ നിന്ന് മാഹുവാനോട് വെടിമരുന്ന് കൊണ്ടുവന്നത്. അപ്പോൾ 8-ാം നൂറ്റാണ്ടോടുകൂടി നമ്മൾ ഈ വെടിക്കെട്ട് നടത്താൻ പഠിപ്പിച്ചു. ആ ചൈനയിൽ നിന്ന് വെടിമരുന്നിനെ നമ്മൾ ശബരിമല കൊണ്ടുവന്നു. എന്നിട്ട് അവിടെ വെടിവഴിപാടുണ്ടാക്കി വിദേശത്ത് നിന്ന് വരുന്ന കാംഫർ ഉപയോഗിച്ച് മറ്റേത് ഉപയോഗിച്ചിട്ട് പൂജ തുടങ്ങി. അപ്പോൾ എത്രയോ ഭൂഖണ്ഡങ്ങളിൽ എത്രയോ രാജ്യങ്ങളിൽ നിന്നുള്ള കസ്റ്റംസ് ഒരുമിച്ച് ചേർത്ത് ചൈനയിൽ നിന്നുള്ള വെടിമരുന്നും കൊണ്ടുവന്ന് ഇന്തോനേഷ്യയിൽ നിന്ന് തേങ്ങ അതിനകത്ത് കൊണ്ടുവന്ന് ആ ശബരിമലയുടെ ആ തീർത്ഥാടനം വായിച്ചാൽ ഒരു 10-65 കാര്യം നമ്മൾ ശ്രദ്ധിക്കുമ്പോഴാണ് ഇത്ര സമ്പൂർണമായ ഒരു ഉത്സവം ലോകത്തിൽ ഒരു ജനതയ്ക്കും ഇല്ല. അത്ര സമ്പുഷ്ടമാണ് ആ വൃശ്ചിക 1 തൊട്ട് മകരം 1 വരെയുള്ള ഫെസ്റ്റിവൽ. അതിൻ്റെ മഹത്വം ഈ ഇപ്പോഴത്തെ തലമുറ മനസ്സിലാക്കണം. ആ തീർത്ഥാടനത്തിൻ്റെ കാര്യം വരുമ്പോൾ വളരെ ഭംഗിയായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ വളരെ ഭംഗിയായിട്ട് പെർഫോമൻസ് ആയിരുന്നു. വളരെ ഇഷ്ടപ്പെട്ടു. കുട്ടികൾക്ക് എൻ്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ. താങ്ക് യു സർ. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ മാർക്സിലേക്ക് പോവാം അല്ലേ? സ്വാമിജി, ഔട്ട് ഓഫ് 10? 8 ഔട്ട് ഓഫ് 10. വിശ്വനാഥൻ സർ? 8 ഔട്ട് ഓഫ് 10. അലക്സാണ്ടർ സർ? ഞാൻ ഒന്നും കുറയ്ക്കുന്നില്ല, 10 ഔട്ട് ഓഫ് 10. 10 ഔട്ട് ഓഫ് 10. ഹെബാർജി, ഔട്ട് ഓഫ് 20? എനർജി കൂടാനുള്ളൊരു പ്രചോദനമാവട്ടെ, 15 ഔട്ട് ഓഫ് 20. 15 ഔട്ട് ഓഫ് 20. ചേച്ചി, ഔട്ട് ഓഫ് 20? ഈ അടുത്ത പ്രാവശ്യം വരുമ്പോൾ എല്ലാം ഇമ്പ്രൂവ് ചെയ്യും എന്നുള്ള ഒരു ഇതുകൊണ്ട്, പിന്നെ ഇവരൊക്കെ അഭിനയം നന്നായതുകൊണ്ടും 16. 16 ഔട്ട് ഓഫ് 20. ഇപ്പം നമുക്ക് ടോട്ടൽ സ്കോർ നോക്കിയാലോ? 57 ഔട്ട് ഓഫ് 70. കുഴപ്പമില്ല, തർക്കമില്ലാത്ത മാർക്കാണ്. അത് ചിരിയൊന്നും പോരല്ലോ. എത്ര പ്രതീക്ഷ? എന്നാലും 60 പ്രതീക്ഷിച്ചു. 3 മാർക്ക് താഴെ പോയാൽ നമുക്ക് അടുത്തേല് പിടിക്കാം. അടുത്തേല് നിങ്ങളൊക്കെ തന്നെ നല്ല ഉഷാറായിട്ട് വന്ന് ഇവരെ കൊണ്ട് തന്നെ മാറ്റി പറയിക്കണം. എനർജി ലെവല് നല്ല എനർജി ലെവലായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ ഇവരെ കണ്ടുപിടിക്കണം എന്ന് പറയിക്കണം. കേട്ടല്ലോ? ഓക്കെ അല്ലേ? അപ്പൊ എന്തായാലും ഇനി വരുന്ന റൗണ്ടുകളിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കാനായിട്ട് സമയമായിരിക്കാണ്. ഇന്ന് ആദ്യം നമ്മൾ വജ്രവ്യൂഹത്തിൽ നളോപാഖ്യാനം എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ഒരു ക്വിസ് റൗണ്ട് കണ്ടു. അതിനുശേഷം മകരവ്യൂഹത്തിൽ ശബരിമല തീർത്ഥാടനത്തിനെ ആസ്പദമാക്കിയ ഒരു സ്കിറ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞു. പിന്നെ വളരെ മനോഹരമായ ഒരു എപ്പിസോഡ് തന്നെയാണ് ഇന്നിവിടെ അവസാനിച്ചിരിക്കുന്നത്. ആചാര്യസഭയ്ക്ക് നന്ദി, പ്രേക്ഷകർക്ക് നന്ദി. ശുഭദിനം.